നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ പാലിയേറ്റീവ് കെയർ രോഗി പരിചരണത്തിനുള്ള സ്പോൺസർഷിപ്പുകൾ സ്വരൂപിക്കുന്നതിനായി നടത്തുന്ന ക്യാമ്പയിന്റെ സമാപനം കുറിച്ച് 30-ന് നടക്കുന്ന നറുക്കെടുപ്പിനായുള്ള കൗണ്ടർ ഫോയിലുകൾ സ്വീകരിക്കലിന് ആൽഫ തറവാട്ടിൽ തുടക്കമായി. കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട, ചാലക്കുടി, എടത്തുരുത്തി, കൊച്ചി, മാള എന്നീ സെന്ററുകളിൽ നിന്നും ഭാരവാഹികളെത്തി ക്യാമ്പയിൻ കമ്മിറ്റിക്ക് കൈമാറി. കൺവീനർ ഇന്ദിര ശിവരാമൻ, ജോയിന്റ് കൺവീനർമാരായ കെ എ ഖദീജാബി, വി ജെ തോംസൺ, അക്കൗണ്ട്സ് മാനേജർ ജലജകുമാരി, ഫാബിൻ, റാഫി, മേഘ്ന, വിസ്മയ, ഷെരീഫ് മാസ്റ്റർ, മണി, ശാന്ത എന്നിവർ സന്നിഹിതരായിരുന്നു. ആൽഫ മാള സെന്ററിന്റെ പ്രതിമാസ യോഗം സെന്ററിൽ നടന്നു. പ്രസിഡന്റ് എ അഷ്റഫ് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ലിസി ജോണി അവതരിപ്പിച്ച റിപ്പോർട്ടും ട്രഷറർ ഹർഷാദ് പുളിക്കൽ അവതരിപ്പിച്ച പ്രതിമാസ വരവ് ചെലവ് കണക്കുകളും യോഗം അംഗീകരിച്ചു. സെന്ററിന്റെ പുതിയ ബിൽഡിംഗ് നിർമ്മാണ അനുമതിക്ക് ആവശ്യമായ പഞ്ചായത്ത് നടപടികളുടെ പുരോഗതി യോഗം അവലോകനം ചെയ്തു. കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിയുടെ സഹകരണത്തോടെ സെന്ററിൽ മെയ് 10-ന് സംഘടിപ്പിക്കുന്ന കരൾ രോഗ പരിശോധനാ ക്യാമ്പ് വിജയകരമാക്കാൻ യോഗം തീരുമാനിച്ചു. ഫിസിയോതെറാപ്പി സേവനം ലഭിക്കുന്നവരും സ്റ്റാഫും വോളണ്ടിയർമാരുമായി വിനോദയാത്ര സംഘടിപ്പിക്കും. മീഡിയ ഇൻചാർജായി ഷൈനി റാഫേലിനെ യോഗം തെരഞ്ഞെടുത്തു. കെ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും PS മധു നന്ദിയും പറഞ്ഞു. ആൽഫ കുട്ടനാട് സെന്റർ അവലോകന യോഗം ശനിയാഴ്ച സെന്ററിൽ നടന്നു. പ്രസിഡന്റ് ചന്ദ്രമോഹൻ നായരുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ സെക്രട്ടറി കൊച്ചുമോൻ സ്വാഗതം പറഞ്ഞു. കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് അലി എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ സിസ്റ്റർ ജ്യോതി, ഫിസിയോതെറാപ്പിസ്റ്റ് ജിഞ്ചു എന്നിവർ സർവീസ് റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. സെന്റർ നടത്തുന്ന റീഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങളെ കുറിച്ച് പ്രസിഡന്റ് ചന്ദ്രമോഹൻ, നിർമ്മല ചന്ദ്രമോഹൻ എന്നിവർ വിവരിച്ചു. മെഡിക്കൽ ഡയറക്ടർ പേഷ്യന്റ് ഫയലുകൾ പരിശോധിക്കുകയും ഡെത്ത് റിവ്യൂ നടത്തുകയും ചെയ്തു. തുടർന്ന് ഭാവി പ്രവർത്തനങ്ങളിൽ നടത്തേണ്ട മാറ്റങ്ങൾ നിർദ്ദേശിച്ചു. ആൽഫ തിരുവല്ല സെന്റർ അവലോകന യോഗം സെന്ററിൽ നടന്നു. സെൻട്രൽ കൗൺസിൽ അംഗം DT സ്വാഗതം പറഞ്ഞു. മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു, കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, ഗവേണിംഗ് കൗൺസിൽ മെമ്പർ ചന്ദ്രമോഹൻ നായർ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ സെക്രട്ടറി KS പ്രകാശ്, നഴ്സ് ഇൻചാർജ് സിസ്റ്റർ പ്രിയങ്ക, ഫിസിയോതെറാപ്പിസ്റ്റ് ജൂഡി എന്നിവർ പ്രവർത്തന റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്കായി അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജോയ് ഓഫ് ഹെൽപ്പിംഗ് സഹായം വാഗ്ദാനം ചെയ്തതായി ചന്ദ്രമോഹൻ നായർ അറിയിച്ചു. തുടർന്ന് നടന്ന ചർച്ചകളിൽ സെന്ററിൽ കൂടുതൽ വോളണ്ടിയർമാരെ ചേർത്ത് കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുന്നതിന് ധാരണയായി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.